എല്ലാ വർഷവും മുഹറം മാസം 1-നാണ് കഅബയെ പുതിയ കിസ്വ അണിയിക്കാറുള്ളത്. 200 തൊഴിലാളികൾ ഒരു വർഷമെടുത്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. 1000 കിലോഗ്രാം പട്ടിൽ സ്വർണ്ണനൂലുകൾ തുന്നിപ്പിടിപ്പിച്ചിട്ടാണ് കിസ്വ നിർമ്മിക്കാറുള്ളത്. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സൗദി ഗവൺമെൻറ്റിന് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. കരകൗശല വിദഗ്ധർ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഭംഗിയായി തുന്നിയെടുക്കും. ഇതിപ്പോൾ വിദഗ്ധർ തുന്നിയെടുക്കുന്നതാണ് കാണുന്നത്. മാഷാ അല്ലാഹ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ജോലികൾ പൂർത്തീകരിക്കുന്നത്. ജോലികൾ പൂർത്തിയായ കിസ്വയെ പാക്ക് ചെയ്ത് തുടങ്ങുകയാണ്. 60 കോടിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവ്. ജോലികൾ പൂർത്തിയാക്കിയ കിസ്വയെ മസ്ജിദുൽ ഹറാം എന്നെഴുതിയ ഒരു പ്രത്യേക തരം വാഹനത്തിൽ കൊണ്ടുപോവുകയാണിത്. കഅബയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. വാഹനം തുറന്നു അതിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. കഅബയെ പുതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്മി ചൊല്ലുന്നത് കേൾക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഒരു തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു മരിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ക്ലീനിങ്ങിലാണ്. പുതിയ കിസ്വ പുതച്ച കഅബയ്ക്ക് ചുറ്റും ആളുകൾ തവാഫ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്.